എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബർക്കാത്തുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങളെ പറ്റിയാണ്. നിങ്ങൾ ഇത് ഫുള്ളും ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. മനുഷ്യ ശരീരത്തിലെ അത്ഭുതങ്ങൾ ഖുർആൻ പറയുന്നു, വഫി അൻഫുസിക്കും അഫലാ തുബിസിറൂൻ. നിങ്ങളുടെ ശരീരങ്ങളിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, എന്നിട്ട് നിങ്ങൾ ദൈവത്തെ കണ്ടറിയുന്നില്ലേ? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചക്രവാളങ്ങളിലും അവരുടെ ശരീരങ്ങളിലും നാം അവർക്ക് കാണിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും അവൻ യാഥാർത്ഥ്യമാണെന്ന് അവർക്ക് വ്യക്തമാകുന്നതുവരെ. മനുഷ്യ ശരീരത്തിലെ ചെറിയ അവയവങ്ങൾക്ക് പോലും നാം പരിശോധിച്ചാൽ ദീർഘദൃഷ്ടിയും ചിന്താശക്തിയും മുൻകരുതലും മുൻ തീരുമാനവും ബുദ്ധിശക്തിയുമുള്ള ഒരു ശക്തിയെ ദൈവത്തെ നിഷേധിച്ച് പ്രകൃതിയുടെയും ആകസ്മിക സംഭവത്തിൻ്റെയും പിന്നാലെ പോകാൻ കഴിയില്ല. ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുക എന്നതാണ് ഹൃദയത്തിൻ്റെ ഒരു പ്രധാന ധർമ്മം. മിനിറ്റിൽ ശരാശരി 72 തവണ ഹൃദയം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നു. 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. രക്തം വലത്തെ അറയിൽ നിറയുമ്പോൾ ഹൃദയം സങ്കോചിക്കുന്ന സന്ദർഭത്തിൽ വാൽവ് തുറന്നുള്ള അടുത്തുള്ള അറയിലേക്ക് പ്രവേശിക്കുന്നു. ഇത് വാൽവുകളിൽ ട്യൂബ് പോലെ പ്രവർത്തിക്കുന്നു. 2 ഭാഗത്തേക്കും തുറക്കുന്ന പക്ഷം അപകടമാണ്. രക്തം ശുദ്ധിയാക്കുവാനോ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിക്കുവാനോ സാധ്യമാവുകയില്ല. അപ്പോൾ ഹൃദയത്തിൻ്റെ ഘടന ദീർഘദൃഷ്ടിയും ചിന്താശക്തിയും മുൻ തീരുമാനവും മുൻകരുതലുകളുമുള്ള ഒരു ശക്തിയിലേക്കാണ് തെളിവ് നൽകുന്നത്. ഒരു നിസ്സാരമായ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ട്യൂബിൻ്റെ ക്രമീകരണം ആകസ്മികമാണെന്ന് വല്ലവനും വാദിക്കുമോ? പമ്പ് കൊണ്ട് കാറ്റടിക്കുമ്പോൾ കാറ്റ് ട്യൂബിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു, ആ കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല. എന്താണ് കാരണം? ശ്വാസകോശങ്ങൾ ഭക്ഷണം അന്നനാളത്തിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുവാനുള്ള പ്രത്യേക സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരാളുടെ ശ്വാസകോശങ്ങളിൽ 50 കോടിയിലധികം വായു അറകളുണ്ട്. ഈ വായു അറകളാണ് ശരീരത്തിലെ വാതക വിനിമയം നടത്തുന്നത്. 2 കോടിയോളം അറകളാണ് സാധാരണഗതിയിൽ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. ബാക്കിയുള്ളവ ഉറക്കിലാണ്. കൂടുതൽ അധ്വാനിക്കുന്ന സന്ദർഭത്തിൽ ഇവ ഉണർന്ന് പ്രവർത്തിക്കുന്നു. മനഃപൂർവം ശ്വാസം നിർത്തിവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ സാധിക്കാത്ത വിധമാണ് ഇവയുടെ പ്രവർത്തനം. ദീർഘദൃഷ്ടിയും അപാര ബുദ്ധിയും ചിന്താശക്തിയും മുൻ തീരുമാനവും മുൻ കരുതലുകളും ഉള്ള പ്രകൃതിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പ്രകൃതിവാദികൾ അംഗീകരിക്കേണ്ടി വരും. ആകസ്മികം എന്ന സംഭവത്തിനും ഈ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ദൈവത്തെ ഒഴിവാക്കുവാൻ വേണ്ടി എന്തെല്ലാം വിഡ്ഢിത്തങ്ങളാണ് ചില മനുഷ്യർ അവതരിപ്പിക്കുന്നത്. ഖുർആൻ പറയുന്നു, വളറബല നാം മസല, അവൻ ദൈവ നിഷേധി നമുക്ക് ഒരു തരം ഉപമയെ പ്രയോഗിക്കുന്നു. ദൈവം പ്രകൃതിയാണെന്നും മറ്റ് ചിലപ്പോൾ ആകസ്മികതയാണെന്നും മനുഷ്യൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണെന്നും ദൈവനിഷേധികൾ പറയും. ഇതാണ് നമുക്ക് അവൻ ഉപമ പ്രയോഗിക്കുന്നു എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇവിടെ വിവക്ഷിക്കുന്നത്. വിഷവസ്തുക്കളെ മൂത്രത്തിലൂടെ നീക്കം ചെയ്യുകയാണ് വൃക്കയുടെ പ്രധാന ധർമ്മം. അതോടൊപ്പം മറ്റു ചില ധർമ്മങ്ങളും നിർവഹിക്കുന്നു. ശരീരത്തിനകത്തെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കൽ, അമ്ലക്ഷാര തുലനം നിലനിർത്തൽ, രക്തസമ്മർദ്ദത്തെ സ്വാധീനിക്കൽ, ധാതു ലവണങ്ങളുടെ ക്രമീകരണം മുതലായവ നിർവഹിക്കുന്നു. 2 വൃക്കകൾ ഉദരത്തിന്മേൽ ഭാഗത്ത് നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായി സ്ഥിതി ചെയ്യുന്നു. ഒരാൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഒരു ദിവസം 1800 ലിറ്റർ രക്തം വൃക്കകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. അപ്പോൾ 1800 ലിറ്റർ രക്തം
വൃക്കകളിലൂടെ കടന്നു പോവണമെങ്കിൽ ശരീരത്തിലെ രക്തം മുഴുവൻ 24 മണിക്കൂറിനുള്ളിൽ 350 തവണ വൃക്കകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് കാരണം രക്തമൂത്രത്തിൽ നിന്നും ശുദ്ധമായിരിക്കും. ഒരു വൃക്ക നശിച്ചാലും മറ്റേ വൃക്ക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. 11.5 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയും 4 സെൻറ്റിമീറ്റർ കനവുമുള്ള ഈ മാംസകഷ്ണത്തിന് ദീർഘദൃഷ്ടിയും മുൻകരുതലും ചിന്താശക്തിയും എവിടെ നിന്നാണ് ലഭിച്ചത്? വൃക്ക രണ്ടും നീക്കിക്കളഞ്ഞാലും മനുഷ്യന് യാതൊരു കുഴപ്പവുമില്ലാതെ പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കുമോ? എന്തുകൊണ്ട് കിഡ്നിയുടെ പ്രവർത്തനം ഹൃദയം നിർവഹിക്കുന്നില്ല? ഹൃദയത്തിൻ്റെ പ്രവർത്തനം വൃക്കകളും നിർവഹിക്കുന്നില്ല. പ്രകൃതിക്ക് വിവേചന ശക്തിയും ഉണ്ടോ? വിശുദ്ധ ഖുർആൻ പറയുന്നു, യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹാ വഅക്തറുഹുമുൽ കാഫിറൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർ മനസ്സിലാക്കുന്നു, ശേഷം അതിൻ്റെ സൃഷ്ടാവിനെ അവർ നിഷേധിക്കുന്നു. അവരിൽ അധികം പേരും നന്ദികെട്ടവരാകുന്നു. ദൈവത്തെ നിഷേധിക്കുവാൻ വേണ്ടി ദീർഘദൃഷ്ടിയും വിവേകവും വിവേചനവും മുൻ തീരുമാനവും മുൻകരുതലും ചിന്താശക്തിയും അപാര ബുദ്ധിയുമുള്ള പ്രകൃതിയെയും ആകസ്മികതയെയും മനുഷ്യർ അംഗീകരിക്കുന്നത് നിങ്ങളുടെ അഹങ്കാരം കീ എന്നല്ലാതെ താക്കോൽ എന്ന് പറയാൻ അനുവദിക്കുകയില്ല. ആമാശയത്തിലെ ആസിഡും പെപ്സിനും ചേർത്ത ദഹനരസം എത്ര കഠിനമായ ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്നതാണ്. ആമാശയത്തേക്കാൾ കട്ടിയുള്ള മാംസത്തെയും ദഹിപ്പിക്കും, എന്നാൽ ആമാശയത്തെ ദഹിപ്പിക്കുകയുമില്ല. അന്നനാളവും ആമാശയവും കൂടിച്ചേരുന്ന ജംഗ്ഷനിൽ മൃദുലപേശിയാൽ നിർമ്മിതമായ സ്ഫിങ്ക്ടർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വളയമുണ്ട്. ആമാശയത്തിലെത്തിയ ഭക്ഷണ പദാർത്ഥങ്ങളെ തിരിച്ച് അന്നനാളത്തിലേക്ക് പോവാതിരിക്കുന്നതിന് ഇതിൻ്റെ വാൾവ് മെക്കാനിസം മൂലമാണ്. ഈ മെക്കാനിസത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഛർദിയുണ്ടാകുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കൂടി ഞാൻ ഇടുന്നതാണ്. നിങ്ങൾ ഇത് ഫുള്ളും ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടുമാണ് ഞങ്ങളുടെ വിജയം. വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ സന്തോഷം. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടനും പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.